ലോഡ് ബൈബിളിലെ രണ്ടായി വിഭജിച്ചുകൊണ്ട് എന്തിനാണ് പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ടായി നമുക്ക് കാണുവാൻ കഴിയുന്നത്? പുതിയ നിയമം മാത്രം പോരെ, പഴയ നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ? പുതിയ നിയമമായിട്ട് നമ്മളിപ്പോൾ കർത്താവ് വന്നതിന് ശേഷമുള്ള ക്രിസ്ത്യാനികളായ നമുക്ക് പഴയ നിയമത്തിൻ്റെ ആവശ്യം എന്താ? പഴയ നിയമം യഹൂദന്മാർക്കുള്ളതല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് പഴയ നിയമത്തിൻ്റെ ആവശ്യം? പഴയ നിയമത്തിനകത്ത് എല്ലാ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളും യഹൂദ ജനം രക്ഷപ്പെട്ടു വന്ന കാര്യങ്ങളും ഈ രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്തിനാ ഈ പഴയ നിയമം? നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നാം ഞാൻ അതിൻ്റെ പക്ഷം അങ്ങനെ വിചാരിച്ചാൽ അത് ഞാൻ പറയുന്നതല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലല്ലോ എന്ന് തീരുമാനിച്ചാൽ എന്തുകൊണ്ടാണ് പിന്നെ പുതിയ നിയമവും പഴയ നിയമത്തെ ഒന്നിച്ചാക്കിക്കൊണ്ട് ബൈബിളിൽ നമുക്ക് കിട്ടുവാനിടയായി തീർന്നത്? ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അരുമനാഥനായ കർത്താവാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അതിൻ്റെ ഓരോ അധ്യായത്തിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് നമ്മുടെ കർത്താവിനെ. ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ടുള്ള ഓരോ സന്ദർഭത്തിലും കർത്താവിനെ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് പൊരുളായ പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പഴയ നിയമമെന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് പറയുമ്പോൾ പൊരുളായ ക്രിസ്തുവിൻ്റെ നിഴലാണ് പഴയ നിയമം. അപ്പോൾ നിഴൽ ഇല്ലാതെ നമുക്ക് നിഴലിന് ഒരിക്കലും മാറി നിൽക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ മാറ്റുവാനോ ആർക്കെങ്കിലും മാറ്റുവാനോ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ പൊരുൾ ഇല്ലാതെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നിഴലും ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തു എന്ന് നമ്മുടെ മുന്നിൽ, ക്രിസ്തുവിനെ നമ്മുടെ മുന്നിൽ വരച്ച് കിട്ടിയിരിക്കെ ക്രിസ്തു ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ആ നിഴൽ അല്ലെങ്കിൽ പൊരുൾ നിഴൽ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ നിഴലും അതിനൊപ്പമുണ്ട്, ക്രിസ്തുവിനൊപ്പം. ക്രിസ്തുവിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പുതിയ നിയമത്തിൽ വരാൻ പോകുന്ന രക്ഷയുടെ പദ്ധതിയെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് പഴയ നിയമത്തിലെന്ന് പറയുന്നത് തന്നെ. അതായത് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ രക്ഷാപദ്ധതിയാണ് ഉൽപ്പത്തി മുതൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷാപദ്ധതി എന്താണെന്നും എന്തുകൊണ്ടാണ് രക്ഷാപദ്ധതിയുടെ ആവശ്യമെന്നും ആർക്കാണിതെന്നും എല്ലാം വിശദീകരിക്കുന്നതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. അതിനെ കൂടാതെ നമുക്ക് ഒരിക്കലും പുതിയ നിയമത്തിലേക്ക് വരുവാനും കഴിയുകയില്ല. അതുകൊണ്ട് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് പഴയ നിയമത്തെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ നിയമത്തിലൂടെ മാത്രം പോകുവാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് പുതിയ നിയമത്തിൽ കർത്താവ് നമ്മെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും നമുക്ക് ആചരിക്കുവാൻ ദൈവം നൽകിയതാണ്. ആ വചനത്തെ നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.